പിന്നെ അവർക്ക് വേണ്ട കോമ്പൻസേഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കും. കൺഫേംഡ് ആണ്, മരിച്ചു എന്നുള്ളത് കൺഫേംഡ് ആണ്. അതെ, 3 പേര് മരണപ്പെട്ടു എന്നാണ് നിലവിലത്തെ. അത് പരിശോധിക്കണം, അത് പരിശോധിച്ചിട്ട് അതിന്റെ കാര്യം പറയാൻ പറ്റും. മൊത്തം 17 പേര്. ദിവ്യ കേട്ടിരിക്കുമല്ലോ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. 3 മരണം ഈ അപകടത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. അദ്ദേഹം മൃതദേഹം അവരുടെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടക്കാനും അവരുടെ സാധ്യതകൾ ഏത് തരത്തിലാണ് അവരെ പാർപ്പിച്ചിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാനും അതിൽ നടപടിയെടുക്കാനും അദ്ദേഹം റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മരിച്ചവരുടെ 3 മരണം സ്ഥിരീകരിക്കുന്നു. മരിച്ചവരുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും അറിയിക്കുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ തുടർന്ന് നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം പറയുന്നുണ്ടെങ്കിലും കൃത്യസമയത്ത് ഇത്തരം പരിശോധനകൾ നടന്നിരുന്നെങ്കിൽ, നേരത്തെ തന്നെ ഇവരുടെ പാർപ്പിടം സംബന്ധിച്ചും ജീവിത സാഹചര്യം സംബന്ധിച്ചും പരിശോധനകൾ നടന്നിരുന്നെങ്കിൽ ഇത്തരം ഒരു ദുരന്തം. നടരാജ്, 3 പേരും മരിച്ചു എന്ന് തന്നെയാണ് കളക്ടർ പറയുന്നത്. എന്തായാലും അവസാനം അവിടെ നിന്ന് കണ്ടെത്തി കൊണ്ടുപോയ ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് എന്തായാലും ഡോക്ടർമാർ അത് സർട്ടിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ 3 പേരും പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരെന്നല്ലേ കളക്ടർ പറഞ്ഞത്? അതെ, 3 പേരും പശ്ചിമ ബംഗാൾ സ്വദേശികളാണെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഇവരുടെ വീടുകളിലേക്ക് വിവരം അറിയിക്കും. ഇവർക്കുള്ള നഷ്ടപരിഹാരം സർക്കാരുമായി സംസാരിച്ച് ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ഇവരുടെ മൃതദേഹം അവരുടെ സ്വന്തം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കുമെന്നും ജില്ലാ കലക്ടർ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, തൃശൂർ ജില്ലയിൽ ഇനി വരും ദിവസങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പാർപ്പിടങ്ങളിൽ പരിശോധന നടത്തുമെന്നും ഇവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തുമെന്നും അതിനുവേണ്ട തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇതിനായി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തൃശൂർ കൊടകരയിൽ നടന്ന അപകടത്തിൽ, ദാരുണമായ അപകടത്തിൽ